നമസ്കാരം. ഇന്ത്യൻ ജിയോഗ്രഫി ഭാഗത്ത് ഇന്ന് 15ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്നുള്ള സിലബസ് ഭാഗത്ത് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെക്കുറിച്ചും ഉപദ്വീപിയൻ നദികളെക്കുറിച്ചുമൊക്കെയാണ് തൊട്ടു മുമ്പിലത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ വേറൊരു ഭാഗത്തോട്ട് വരികയാണ്. ഇന്ത്യയുടെ തീര സമതല പ്രദേശം, അതായത് കോസ്റ്റൽ പ്ലെയിൻ ഓഫ് ഇന്ത്യ അല്ലെ. ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ഉപദ്വീപീയ ഇന്ത്യയില് പടിഞ്ഞാറും കിഴക്കും ഭാഗത്തായിട്ട് നമുക്ക് തീരപ്രദേശമുണ്ട് അല്ലെ. പടിഞ്ഞാറൻ തീരപ്രദേശം, അതുപോലെ തന്നെ പൂർവ്വ തീരപ്രദേശം, കിഴക്കൻ തീരപ്രദേശം. പടിഞ്ഞാറ് ഭാഗത്ത് എന്തുണ്ട്? പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം പഠിച്ചപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അതിരായിട്ട് വരുന്നത് പശ്ചിമഘട്ടം മലനിരകളാണ് അല്ലെ. ആ പശ്ചിമഘട്ടം മലനിരകൾക്കും അറബിക്കടലിനും ഇടയ്ക്കുള്ള സമതല പ്രദേശമാണ് പശ്ചിമ തീരത്തുള്ള സമതല പ്രദേശം. അതുപോലെ പൂർവ്വ തീരത്ത്, അതായത് കിഴക്കൻ തീരത്ത് പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയ്ക്കുള്ള സമതല പ്രദേശമാണ് പൂർവ്വ തീരത്തുള്ള സമതല പ്രദേശം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യയുടെ തീര സമതല പ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ ആ തീര സമതല പ്രദേശം ഏതൊക്കെ ഭാഗത്തുണ്ട്? പടിഞ്ഞാറ് ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതിനോടകം ആ ഭാഗത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം പഠിച്ചു വരുന്നത് കൊണ്ട് പല ഭാഗത്തായിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയുടെ ആകെ കടൽ തീരം എന്ന് പറയുന്നത് 7516 കിലോമീറ്റർ ആണ് അല്ലെ. ഇന്ത്യയുടെ ആകെ കടൽ തീരം എന്ന് പറയുന്നത് 7516 കിലോമീറ്റർ ആണ്. എന്ന് പറയുമ്പോൾ ഈ ഉപദ്വീപീയ ഇന്ത്യയുടെ ഈ കടൽ തീരവും അതിനു പുറമെ ലക്ഷദ്വീപുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുണ്ട്. അതിൻ്റെയൊക്കെ കടൽ തീരം കൂട്ടി പറയുമ്പോഴാണ് 7516 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ കടൽ തീര ദൈർഘ്യം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഈ ഉപദ്വീപീയ ഇന്ത്യയുടെ മാത്രം കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 6100 കിലോമീറ്റർ ആണ്. അപ്പൊ ആ രണ്ട് ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയുടെ ആകെ കടൽ തീരം എന്ന് പറയുമ്പോൾ നമുക്ക് 7516 കിലോമീറ്റർ എന്ന് പറയാം. ഉപദ്വീപീയ ഇന്ത്യയുടെ ആകെ കടൽ തീര ദൈർഘ്യം, അപ്പൊ ലക്ഷദ്വീപില്ല, ആൻഡമാനില്ല, അങ്ങനെ ചോദിച്ചാൽ അതെത്രയാണ്? 6100 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത്. ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട്. ആ 9 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പടിഞ്ഞാറ് ഭാഗത്ത് ആദ്യം ഗുജറാത്ത്, അതിന് താഴെ മഹാരാഷ്ട്ര, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോവ, പിന്നെ കർണാടക, പിന്നെ അത് കഴിഞ്ഞ് കേരളമുണ്ട് അല്ലെ. കേരളമുണ്ട്. അതേസമയം പൂർവ്വ ഭാഗത്ത്, അതായത് കിഴക്കൻ ഭാഗത്ത് താഴെ തമിഴ്നാടുണ്ട്, അതിനു മുകളിലായിട്ട് ആന്ധ്രാപ്രദേശ് ഉണ്ട്, അതിനു മുകളിലായിട്ട് ഒഡീഷയുണ്ട്, അതിനു മുകളിലായിട്ട് ബംഗാളുണ്ട്. ഇങ്ങനെ 9 സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത്? കടൽ തീരമുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് പഠിച്ചിട്ടുണ്ട്? തമിഴ്നാടാണെന്ന് പഠിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കടൽ തീരം, അതിന്റെ വിസ്തൃതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതിന്റെ ദൈർഘ്യം വെച്ച് നോക്കുമ്പോൾ അത് കേരളത്തിന് 5ാം സ്ഥാനമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 9 സംസ്ഥാനങ്ങളുള്ളതിൽ 5ാം സ്ഥാനത്താണെന്ന് പഠിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം 590 കിലോമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ കാര്യം പഠിച്ചത്, 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് എന്തുണ്ട്? കടൽ തീരമുണ്ട്. 4 കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുമ്പോൾ ഒന്ന് ലക്ഷദ്വീപ്, വേറൊന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകള്, പിന്നെ അത് കഴിഞ്ഞിട്ട് ദാമൻ ദ്യൂ ദാദ്ര നഗർ ഹവേലി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശം, പിന്നെ അത് കഴിഞ്ഞിട്ട് പുതുച്ചേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശം. നമ്മൾ അല്ലാതെ പഠിച്ചിട്ടുണ്ട്, പുതുച്ചേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് ഏത്?
മാഹി വരുന്നത് എവിടെയാണ്? കേരളത്തിന്റെ ഭാഗത്തായിട്ടാണ്, അല്ലെങ്കിൽ കേരളത്തിനുള്ളിലായിട്ടാണ് മാഹി ഇരിക്കുന്നത്. അതുപോലെ തന്നെ പുതുശ്ശേരിയുടെ വേറൊരു ഭാഗമാണ്, വേറൊരു പ്രദേശമാണ് കാരയ്ക്കൽ വരുന്നത് എവിടെയാണ്? കാരയ്ക്കൽ വരുന്നത് ഇവിടെയാണ്, തമിഴ്നാട്ടിലാണ് അല്ലെ. അതുപോലെ തന്നെ പുതുശ്ശേരിയുടെ വേറൊരു ഭാഗമാണ് യാനം വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, 3 സംസ്ഥാനങ്ങളിലായിട്ട് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുശ്ശേരി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ രീതിയിലും കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് പടിഞ്ഞാറ് തീരത്തും ഇന്ത്യയുടെ ഈ പറഞ്ഞ കിഴക്ക് തീരത്തും തീരപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം, പടിഞ്ഞാറ് തീരത്തും അതുപോലെ തന്നെ കിഴക്കൻ തീരത്തും തീരപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുശ്ശേരി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മുടെ പടിഞ്ഞാറൻ തീരം അല്ലെങ്കിൽ പശ്ചിമ തീരം എന്ന് പറയുന്നത് ഏത് മുതൽ ഏതുവരെ വ്യാപിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ, തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് ഇന്ത്യയുടെ ഏത് തീരം? പടിഞ്ഞാറൻ തീരം വ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ പൂർവ്വ തീരം ഏത് മുതൽ ഏതുവരെ വ്യാപിച്ചിരിക്കുന്നു? കന്യാകുമാരി മുതൽ ബംഗാൾ വരെ വ്യാപിച്ചിരിക്കുന്നു. ഇതൊക്കെ ഇപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ഈ പറഞ്ഞ തീരപ്രദേശം രൂപം കൊള്ളുന്നതിന് കാരണമായത്, ഈ തീരപ്രദേശമൊക്കെ രൂപം കൊള്ളുന്നതിന് കാരണമായത് ഫലക ചലനമാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം, പണ്ടൊറ്റ ഭൂഖണ്ഡമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഫലകമായിരുന്നു. ആ ഫലകം എന്ത് ചെയ്തു? പിരിഞ്ഞു അല്ലെങ്കിൽ വിഭജിച്ചു. അതിന്റെ ഫലമായിട്ടാണ് വൻകരകൾ ഉണ്ടായത് എന്ന് പഠിച്ചിട്ടുണ്ട്. അതിന് കാരണമായിട്ടുള്ളത് ഫലക ചലനമാണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഫലക ചലനം തന്നെയാണ് ഈ തീരപ്രദേശങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമായത്. അപ്പോൾ അതും ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമായത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ആണ്, അതുപോലെ തന്നെ ഫലക ചലനമാണ്. അതൊന്നും ഇപ്പോഴല്ല, വളരെ കാലങ്ങൾക്ക് മുമ്പാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ആ കാലം എന്ന് പറയുന്നത് പുറകോട്ട് ഒരു 146 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, 146 ദശലക്ഷത്തിനും 66 ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ എവിടെയോ ആണ് ഏതുണ്ടായത്? ഈ പറഞ്ഞ തീരപ്രദേശങ്ങൾ ഉണ്ടായത്. അപ്പൊ ആ 146 ദശലക്ഷം വർഷങ്ങൾക്കും 66 ദശലക്ഷം വർഷങ്ങൾക്കും ഇടയിലുള്ള ആ കാലഘട്ടത്തിന് നമ്മൾ പറയും ക്രെറ്റേഷ്യസ് പീരീഡ് എന്ന് പറയും. അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ രൂപം കൊണ്ടത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ ക്രെറ്റേഷ്യസ് പീരീഡിലാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം എന്ന് പറയുമ്പോൾ വടക്ക് ഗുജറാത്ത് മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ പടിഞ്ഞാറൻ തീരത്തിനെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വിഭജിച്ച് പഠിക്കും. അപ്പൊ അത് പഠിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള തീരം, പടിഞ്ഞാറ് ഭാഗത്ത് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള ആ തീരപ്രദേശത്തെ നമ്മൾ പറയും മലബാർ തീരം എന്ന് പറയും. എങ്ങനെ പറഞ്ഞത്? കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള തീരപ്രദേശം അല്ലെ. മംഗലാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞ് കുറച്ച് കർണാടകയിലോട്ടായി അല്ലെ. അതുവരെയുള്ള തീരപ്രദേശത്തെ നമ്മൾ പറയും മലബാർ തീരം. അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കും, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ തെക്കൻ തീരമാണ് ഡാഷ് എന്ന് ചോദിക്കും. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ തെക്കൻ തീരം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കും. ഏത് പേരിൽ അറിയപ്പെടുന്നു? മലബാർ തീരം എന്നറിയപ്പെടുന്നു. മലബാർ തീരം ഏതു മുതൽ ഏതുവരെയാണ്? കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മംഗലാപുരം മുതൽ മർമ്മഗോവ വരെയുള്ള തീരപ്രദേശം, മംഗലാപുരം മുതൽ മർമ്മഗോവ വരെയുള്ള തീരപ്രദേശം, കൂടുതലും അത് കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. മംഗലാപുരം മുതൽ മർമ്മഗോവ വരെയുള്ള തീരപ്രദേശത്തിനെ നമ്മൾ പറയും കർണാടക തീരം എന്ന് പറയും. ഏതാണ്? കർണാടക തീരം. ഇനി അത് കഴിഞ്ഞിട്ട് മർമ്മഗോവ മുതൽ ദാമൻ വരെയുള്ള, മർമ്മഗോവ മുതൽ ദാമൻ വരെയുള്ള, പ്രധാനമായിട്ടും ഗോവ മഹാരാഷ്ട്ര ഭാഗത്തുള്ള തീരപ്രദേശങ്ങളാണ് അവിടെ വരുന്നത്. മർമ്മഗോവ മുതൽ
ദാമൻ വരെയുള്ള തീരപ്രദേശത്തെ നമ്മൾ പറയും കൊങ്കൺ തീരം എന്ന് പറയും. എങ്ങനെ പറയും? കൊങ്കൺ തീരം. ഇനി ദാമന് വടക്കോട്ടുള്ള തീരപ്രദേശം, അതിനെ നമ്മൾ പറയും ഗുജറാത്ത് തീരം എന്ന് പറയും. ദാമന് വടക്കോട്ടുള്ള തീരപ്രദേശം, അതിനെ നമ്മൾ പറയും ഗുജറാത്ത് തീരം. അല്ലെ? ഗുജറാത്ത് തീരം പറയുമ്പോൾ മനസ്സിൽ വരണം നർമ്മദ, താപ്തി, സബർമതി, മഹി. ഈ 4 നദികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നർമ്മദ, താപ്തി, സബർമതി, മാഹി എന്നീ നദികൾ വന്നു ചേരുന്ന സ്ഥലമാണ് ഗുജറാത്ത്. ഗുജറാത്തിൽ വന്നിട്ടാണ് അതെവിടെ പതിക്കുന്നത്? അറബിക്കടലിൽ പതിക്കുന്നത്. നമ്മൾ തീരസമതല പ്രദേശം പഠിക്കുകയാണ്. അപ്പൊ ആ തീരസമതല പ്രദേശത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന നദികളാണ് ഈ പറഞ്ഞ നദികൾ. നർമ്മദ, താപ്തി, സബർമതി, മഹി എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഇപ്പോ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം, ആ പടിഞ്ഞാറൻ തീരത്തെ നമ്മൾ മലബാർ തീരം, കർണാടക തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അതില് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള തീരപ്രദേശം, അതായത് പടിഞ്ഞാറൻ തീരത്തിന്റെ തെക്കൻ തീരം മലബാർ തീരം എന്ന പേരിൽ അറിയപ്പെടുന്നു. മംഗലാപുരം മുതൽ മർമഗോവ വരെയുള്ളത് കർണാടക തീരം എന്നറിയപ്പെടുന്നു. മർമഗോവ മുതൽ ദാമൻ വരെയുള്ളത് കൊങ്കൺ തീരം എന്നറിയപ്പെടുന്നു. അതുപോലെ ദാമന് വടക്കോട്ടുള്ള ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗുജറാത്ത് തീരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി അതുപോലെ പൂർവ്വതീരം, ഇവിടെ കുറച്ചുകൂടി ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. പൂർവ്വതീരം പറയുമ്പോൾ പൂർവ്വതീരത്തിന്റെ തെക്കൻ തീരം, അല്ലെ? പൂർവ്വതീരത്തിന്റെ തെക്കൻ തീരം ഏത് പേരിൽ അറിയപ്പെടും? കോറമാൻഡൽ തീരം എന്നറിയപ്പെടും, അല്ലെ? ഇവിടെ പശ്ചിമ തീരത്തിന്റെ തെക്കൻ തീരം നമ്മൾ മലബാർ തീരം എന്ന് പറഞ്ഞു. പൂർവ്വതീരത്തിന്റെ തെക്കൻ തീരത്തിന് നമ്മൾ പറയുന്നത് കോറമാൻഡൽ തീരമാണ്. അതായത് കോറമാൻഡൽ തീരം എന്ന് പറയുമ്പോൾ കന്യാകുമാരി മുതൽ പുലിക്കട്ട് തടാകം വരെയുള്ള ആ ഭാഗം, കന്യാകുമാരി മുതൽ പുലിക്കട്ട് തടാകം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഒരു തടാകമാണ്. തമിഴ്നാട്ടിൽ കുറച്ചാണ്, കൂടുതലും പുലിക്കട്ട് തടാകം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇപ്പോ പുലിക്കട്ട് തടാകം ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് ആന്ധ്രാപ്രദേശ് എന്ന് എഴുതിക്കോ. പക്ഷെ പുലിക്കട്ട് തടാകത്തിന്റെ കുറച്ച് ഭാഗം എവിടെയുമുണ്ട്? തമിഴ്നാട്ടിലുമുണ്ട്. അപ്പോ കന്യാകുമാരി മുതൽ പുലിക്കട്ട് തടാകം വരെ വ്യാപിച്ചിരിക്കുന്ന ആ കടൽ തീരത്തിനെ, ആ തീരപ്രദേശത്തിനെ നമ്മൾ പറയും കോറമാൻഡൽ തീരം എന്ന് പറയും. ഇത് പ്രധാനമായിട്ടും ഏത് സംസ്ഥാനമാണ്? തമിഴ്നാടാണ്. അതുകൊണ്ട് കോറമാൻഡൽ തീരത്തിന് നമ്മൾ വേറെയും പേര് പറയാറുണ്ട് തമിഴ്നാട് തീരം, അല്ലെ? അപ്പൊ പൂർവ്വ തീരത്തിന്റെ തെക്കുള്ള തമിഴ്നാട് തീരം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നും ചോദിക്കും. ഏത് പേരിൽ അറിയപ്പെടുന്നു? കോറമാൻഡൽ തീരം എന്ന് അറിയപ്പെടുന്നു. ഇനി പുലിക്കട്ട് തടാകം മുതൽ കൊല്ലേരു തടാകം വരെ, ശരിക്കും പറഞ്ഞ ഈ 2 തടാകങ്ങളും ആന്ധ്രാപ്രദേശിലാണ്. പുലിക്കട്ട് തടാകം മുതൽ കൊല്ലേരു തടാകം വരെയുള്ള പൂർവ്വ തീരത്തെ തീരപ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ആന്ധ്രാ തീരം, അല്ലെ? അപ്പൊ ആന്ധ്രാ തീരം എന്നറിയപ്പെടുന്ന ഭാഗം ഏതു മുതൽ ഏത് വരെയാണ്? ആ തീരപ്രദേശം ഏതു മുതൽ ഏത് വരെയാണ്? പുലിക്കട്ട് തടാകം മുതൽ കൊല്ലേരു തടാകം വരെയുള്ള ആ തീരപ്രദേശമാണ് ആന്ധ്രാ തീരം എന്നറിയപ്പെടുന്നത്. കൊല്ലേരു തടാകത്തിന് വടക്കുള്ള തീരപ്രദേശം പൊതുവെ അറിയപ്പെടുന്നത് ഉത്കൽ തീരം എന്നാണ്. ഉത്കൽ തീരം, അല്ലെ? കൊല്ലേരു തടാകത്തിന് മുകളിലോട്ട് വരുന്ന ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രധാനമായിട്ടും ഒഡീഷയാണ്. ഒഡീഷയുടെ പഴയ പേരാണ് ഉത്കൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബംഗാൾ, അല്ലെ? അപ്പൊ ആ ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്കൽ തീരം. അപ്പോ പൂർവ്വ തീരത്തിന്റെ തെക്കൻ തീരം കോറമാൻഡൽ തീരമെന്നും പൂർവ്വ തീരത്തിന്റെ വടക്കൻ തീരം ഉത്കൽ തീരമെന്നും പൂർവ്വ തീരത്ത് പുലിക്കട്ട് തടാകം മുതൽ കൊല്ലേരു തടാകം വരെയുള്ള കടൽ തീരം അല്ലെങ്കിൽ ആ തീരപ്രദേശം ആന്ധ്രാ തീരമെന്നും അറിയപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പുലിക്കട്ട് തടാകം ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഞാൻ പറഞ്ഞു പുലിക്കട്ട് തടാകം തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമായിട്ട് വ്യാപിച്ചിരിക്കുകയാണ്. കൂടുതലും അത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പം പുലിക്കട്ട് തടാകം ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലെന്ന് പറയണം. ഇനി പുലിക്കട്ട് തടാകവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല ചോദ്യം, സതീഷ് ധവാൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത് തടാകത്തിന് അടുത്താണ്? അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സതീഷ് ധവാൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത് തടാകത്തിന് അടുത്താണ് എന്ന് ചോദിച്ചാൽ പുലിക്കട്ട് തടാകത്തിന് അടുത്താണ്, അല്ലെ?
സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ്? പുലിക്കട്ട് തടാകത്തിന് അടുത്താണ്. അപ്പോൾ പുലിക്കട്ട് തടാകത്തിന് അടുത്തുള്ള സ്പേസ് സെന്റർ ആണ്, സ്പേസ് സ്റ്റേഷൻ ആണ് ഏത്? സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷൻ അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കൊല്ലേരു തടാകം. കൊല്ലേരു തടാകം എന്ന് പറയുന്നത് ഒരു ശുദ്ധജല തടാകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ്. ലവണ തടാകമാണ് ചിൽക്ക തടാകം എന്ന് പഠിച്ചിട്ടുണ്ട്. അത് ലവണ തടാകമാണ്. ശുദ്ധജല തടാകങ്ങളുമുണ്ട്. കാശ്മീരിലെ ഊളാർ ഒരു ശുദ്ധജല തടാകമാണ്. ഈ കൊല്ലേരുവും ഒരു ശുദ്ധജല തടാകമാണ്. ചില പുസ്തകങ്ങളിലൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലേരു തടാകം എന്ന് പറയുന്നുണ്ട്. ആ കൊല്ലേരു തടാകം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ്. ശരി, ചിൽക്ക എവിടെയാണ്? ചിൽക്ക ഒഡീഷയിലാണ്. ചിൽക്ക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഗൂൺ തടാകമാണ് എന്നുകൂടി പറയും. ലഗൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കായൽ എന്നുള്ള സങ്കല്പത്തിലോട്ട് വരിക. അതായത് ഒരു വലിയ ജലസ്രോതസ്സിൽ നിന്ന് മാറിക്കിടക്കുന്ന ചെറിയ ജലാശയങ്ങളെയാണ് നമ്മൾ ലഗൂൺ എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായ എന്തോ തടസ്സം കാരണം ഒരു വലിയ ജലാശയത്തിൽ നിന്ന് മാറിക്കിടക്കുന്ന ചെറിയ ജലസഞ്ചയങ്ങളെയാണ് നമ്മൾ ലഗൂൺ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഗൂൺ ആയിട്ട് പറയുന്നത് ചിൽക്ക തടാകമാണ്. ആ ചിൽക്ക തടാകം എവിടെയാണ്? ആ ചിൽക്ക തടാകം ഒഡീഷയിലാണ്. കൊല്ലേരുവും ഒരു ലഗൂണാണ്. അതുപോലെ നമ്മുടെ വേമ്പനാട്ട് കായൽ ഒരു ലഗൂണാണ്. വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നതും ഒരു ലഗൂണാണ്. ഓർത്തു വയ്ക്കുക, വേമ്പനാട്ട് കായലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ലഗൂൺ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ലഗൂൺ എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായൽ എന്ന് പറയണം. അപ്പൊ അത് അത്രയും അവിടെ ഒന്ന് ഓർത്തിരിക്കുക. ചിൽക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ് അല്ലെ. ലവണത്വം കൂടുതലുള്ള തടാകമാണ് സംഭാർ തടാകം എന്ന് പഠിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? അത് രാജസ്ഥാനിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ കൂടി അവിടെ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് തീരപ്രദേശത്തിന്റെ കാര്യം പഠിക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ തീരപ്രദേശം, അതായത് പടിഞ്ഞാറൻ തീരപ്രദേശമുണ്ട്, അതുപോലെ തന്നെ കിഴക്കൻ തീരപ്രദേശമുണ്ട്. ഇതിലെ വീതി കൂടുതലുള്ളത് എവിടെ, ഏത് തീരപ്രദേശത്തിനാണ് എന്ന് ചോദിച്ചാൽ വീതി കൂടുതലുള്ളത്, അതായത് പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയ്ക്ക് ഉള്ള തീരപ്രദേശം, ആ തീരപ്രദേശം തീര സമതല പ്രദേശം, അതിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? വീതിയുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വീതിയുള്ള തീരപ്രദേശം ഉള്ളത് പടിഞ്ഞാറ് ഭാഗത്താണോ കിഴക്ക് ഭാഗത്താണോ? കിഴക്ക് ഭാഗത്താണ്. പൂർവ്വ തീരത്തിനാണ് വീതി കൂടുതലുള്ളത് എന്ന ഒരു പോയിന്റ് അവിടെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഡെൽറ്റ, കഴിഞ്ഞ ക്ലാസ്സിൽ നദികൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉപദ്വീപിയൻ നദികൾ. ആ ഉപദ്വീപിയൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ മാത്രമാണ് ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നത്. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നവ ഡെൽറ്റ സൃഷ്ടിക്കുന്നില്ല. അപ്പോ ഡെൽറ്റ പ്രദേശം കൂടുതലായിട്ട് കാണപ്പെടുന്നത്, ഡെൽറ്റ പ്രദേശം ഉള്ളത് പൂർവ്വ തീരത്താണോ പശ്ചിമ തീരത്താണോ? പശ്ചിമം, പടിഞ്ഞാറ്, പൂർവം, കിഴക്ക്. ഏത് ഭാഗത്താണ്? അത് കിഴക്ക് ഭാഗത്തായിരിക്കും അല്ലെ. ഏറ്റവും കൂടുതൽ ഡെൽറ്റ പ്രദേശം ഉള്ളത് ഏത് ഭാഗത്തായിരിക്കും? കിഴക്കൻ തീരത്തായിരിക്കും, പൂർവ്വ തീരത്തായിരിക്കും. നമുക്കറിയാം ഗോദാവരി, കൃഷ്ണ, ഗോദാവരിയും കൃഷ്ണ നദികൾ ചേർന്നുണ്ടാക്കുന്ന ഡെൽറ്റ, ഗോദാവരി കൃഷ്ണ നദികൾ ചേർന്നുണ്ടാക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻസ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം എന്ന് പഠിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? പൂർവ്വ തീരത്താണ്. അതുപോലെ തന്നെ വേറൊരു നദിയുടെ കാര്യം നമ്മൾ പഠിച്ചു. മഹാനദിയും ഡെൽറ്റ സൃഷ്ടിക്കുമെന്ന് പഠിച്ചു. അതും എവിടെയാണ്? പൂർവ്വ തീരത്താണ്. കാവേരി നദിയും ഡെൽറ്റ സൃഷ്ടിക്കുമെന്ന് പഠിച്ചു. തഞ്ചാവൂരിന്റെ ഭാഗം മുതൽ അങ്ങോട്ട് ഡെൽറ്റ സൃഷ്ടിക്കുമെന്ന് പഠിച്ചു. അതും എവിടെയാണ്? പൂർവ്വ തീരത്താണ്. അപ്പോൾ ഡെൽറ്റ പ്രദേശങ്ങൾ കൂടുതലുള്ളത് എവിടെയാണ്? പൂർവ്വ തീരത്താണ്. പടിഞ്ഞാറൻ തീരത്ത് എന്തുണ്ടാവുന്നില്ല? ഡെൽറ്റ ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോ ഈ രണ്ട് തീര സമതല പ്രദേശത്തില് ഏറ്റവും കൂടുതൽ ഫലപുഷ്ടിത ഉള്ളത് ഏത് ഭാഗത്തായിരിക്കും? ഫലപുഷ്ടിയുള്ള മണ്ണൊക്കെ ഉള്ളത് ഏത് ഭാഗത്തായിരിക്കും? ഡെൽറ്റ കൂടുതലും വരുന്നത് പൂർവ്വ തീരത്താണ്. അപ്പൊ ആ ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത് വളരെ ഫലപുഷ്ടമായിട്ടുള്ള പ്രദേശമായിരിക്കും അല്ലെ. അപ്പൊ ഏറ്റവും ഫലപുഷ്ടമായിട്ടുള്ള പ്രദേശം, തീരസമതല പ്രദേശം ഏതെന്ന് ചോദിച്ചാലും, ഏറ്റവും കൂടുതൽ വീതിയുള്ള തീരസമതല പ്രദേശം ഏതെന്ന് ചോദിച്ചാലും, ഏറ്റവും കൂടുതൽ ഡെൽറ്റ സൃഷ്ടി
സൃഷ്ടിക്കപ്പെടുന്ന തീരപ്രദേശം ഏതെന്ന് ചോദിച്ചാലും എവിടെയാണ്? അത് പൂർവ്വ തീരമാണ്, കിഴക്കൻ തീരമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ പൂർവ്വ തീരത്ത് ഒഴുകി വരുന്ന ഉപദ്വീപീയ നദികളെ കുറിച്ച് കൂടി മനസ്സിൽ വരട്ടെ. നമ്മൾ പഠിച്ചു ഗോദാവരി അല്ലെ, ഒന്ന് ഗോദാവരിയുടെ കാര്യം പഠിച്ചു, രണ്ട് കൃഷ്ണ, 3 മഹാനദി, 4 കാവേരി പോലുള്ള നദികൾ ഒഴുകി വരുന്നത് ബംഗാൾ ഉൾക്കടലിലോട്ടാണ്, അതായത് പൂർവ്വ തീരത്തോട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് മൺസൂൺ അല്ലെ. 2 തരത്തിലുള്ള മൺസൂൺ ഉണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴയുണ്ടാക്കുന്ന മൺസൂണാണ്. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ മഴയുണ്ടാക്കുന്ന മൺസൂണാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലുള്ളത് ഇന്ത്യയുടെ ഏത് തീരപ്രദേശത്താണ് എന്ന് ചോദിച്ചാൽ അത് പടിഞ്ഞാറൻ തീരപ്രദേശത്താണ്. പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൺസൂൺ കാറ്റുകൾ, ആ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തും. അപ്പൊ പശ്ചിമഘട്ടത്തിന് അഭിമുഖമായിട്ടുള്ള ഭാഗത്ത് ശൈലവൃഷ്ടി ഉണ്ടാകും അല്ലെ, അഭിമുഖമായിട്ടുള്ള ഭാഗത്ത് മഴയുണ്ടാവും, അതിന്റെ മറുഭാഗത്ത് മഴയുണ്ടാവാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ പ്രഭാവം വളരെ ശക്തമായിട്ട് അനുഭവപ്പെടുന്നത് ഏത് തീരപ്രദേശത്താണ് എന്ന് ചോദിച്ചാൽ പശ്ചിമ തീരപ്രദേശത്താണ്. അതേസമയം വടക്ക് കിഴക്കൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഈ പറഞ്ഞ ഭാഗത്തോട്ട് കയറിപ്പോകുന്ന മൺസൂൺ, അതായത് തെക്ക് നിന്ന് ഇങ്ങനെ പടിഞ്ഞാറോട്ട് കയറിപ്പോകുന്ന മൺസൂണ് പിന്നീട് എന്ത് ചെയ്യും? തിരിച്ച് ഇറങ്ങിപ്പോകും അല്ലെ. റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയും, അല്ലെങ്കിൽ മൺസൂണിന്റെ പിൻവാങ്ങൽ എന്ന് പറയും. അപ്പൊ അതെങ്ങനെ തിരിച്ചിറങ്ങിപ്പോകും അല്ലെ. അതിന് നമ്മൾ പറയും വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയും. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും കൂടുതലുള്ളത് ഏത് തീരപ്രദേശത്താണ് എന്ന് ചോദിച്ചാൽ അത് പൂർവ്വ തീരത്തായിരിക്കും. അത് പൂർവ്വ തീരത്തായിരിക്കും. വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ എവിടെ ഉണ്ടാവുന്നത്? തമിഴ്നാട്ടിൽ ഉണ്ടാവുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം പടിഞ്ഞാറൻ തീരത്തും വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം പൂർവ്വ തീരത്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തുറമുഖങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏതാണ്? തുറമുഖ നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇന്ത്യയുടെ തീരപ്രദേശം പടിഞ്ഞാറൻ തീരമാണോ പൂർവ്വ തീരമാണോ എന്ന് ചോദിച്ചാൽ തുറമുഖങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തീരപ്രദേശം അത് ഏത് തീരപ്രദേശമാണ്? അത് ഇവിടെയാണ്. ഏതാണ്? പടിഞ്ഞാറൻ തീരപ്രദേശമാണ് തുറമുഖങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തീരപ്രദേശം. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾ പൊതുവെ തുറമുഖങ്ങൾക്ക് യോജിച്ചതല്ല. എങ്കിൽ പോലും ഈ പറഞ്ഞ 2 തീരപ്രദേശങ്ങളിൽ കുറച്ചുകൂടി നല്ലത് ഏതാണ്? തുറമുഖങ്ങൾക്ക് നല്ലത് ഏതാണ്? പടിഞ്ഞാറൻ തീരമാണ് എന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയുടെ പൂർവ്വ തീരം. ഇന്ത്യയുടെ പൂർവ്വ തീരം നമ്മൾ അതിനെ പറയും എമർജന്റ് കോസ്റ്റ് ലൈൻ. പൂർവ്വ തീരത്തെ നമ്മൾ പറയും എമർജന്റ് കോസ്റ്റ് ലൈൻ. എമർജന്റ് കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ സമുദ്രത്തിലെ ജലനിരപ്പ് കുറയുന്നത് മൂലം പൊങ്ങി വരുന്ന ഭൂപ്രദേശം, അതിനെയാണ് നമ്മൾ എമർജന്റ് ഭൂപ്രദേശം എന്ന് പറയുന്നത്. ഇപ്പൊ സമുദ്രത്തിലെ ജലമുണ്ട്, ആ സമുദ്രത്തിലെ ജലം എന്ത് ചെയ്യുന്നു? ജലത്തിന്റെ നിരപ്പ് കുറയുന്നത് മൂലം പൊങ്ങപ്പെട്ട ഭൂപ്രദേശത്തെയാണ് നമ്മൾ എമർജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പൂർവ്വ തീരം പൊതുവെ എങ്ങനെയുള്ള തീരപ്രദേശമാണ്? എമർജന്റ് കോസ്റ്റ് ലൈൻ ആണെന്ന് പറയും. പ്രത്യേകിച്ചും ഈ പറഞ്ഞ തമിഴ്നാട് തീരം എമർജന്റ് കോസ്റ്റ് ലൈൻ ആണെന്ന് പറയും. അപ്പോ ഇന്ത്യയുടെ പൂർവ്വ തീരം എങ്ങനെയുള്ള തീരപ്രദേശമാണ്? എമർജന്റ് കോസ്റ്റ് ലൈൻ ആണെന്ന് പറയും. എന്നാൽ ഇന്ത്യയുടെ പശ്ചിമ തീരം എമർജന്റുമാണ്, സബ്മർജന്റുമാണ്. എമർജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലനിരപ്പ് കുറയുന്നത് മൂലം എന്ത് ചെയ്യപ്പെട്ടത്? ഉയർത്തപ്പെട്ടത് അല്ലെ. സബ്മർജന്റ് എന്ന് പറഞ്ഞാലോ ജലനിരപ്പ് ഉയർന്നത് കാരണം താഴ്ത്തപ്പെട്ടത്. അപ്പോ അങ്ങനെയുള്ള എമർജന്റും സബ്മർജന്റുമായിട്ടുള്ള തീരം എവിടെയുണ്ട്? ഈ പറഞ്ഞ പടിഞ്ഞാറൻ തീരത്തുണ്ട്. അതേസമയം പൂർവ്വ തീരം പൊതുവെ എമർജന്റ്
എക്സലന്റ് ആയിട്ടുള്ള കോസ്റ്റ് ലൈൻ ആണ്. അതിൽ കുറച്ചുകൂടി സവിശേഷമാണ്, ഏറ്റവും നല്ല ഉദാഹരണമാണ് പൂർവ്വ തീരത്തുള്ള കോറമാൻഡൽ തീരം. പൂർവ്വ തീരത്തുള്ള കോറമാൻഡൽ തീരം. അതേസമയം പശ്ചിമ തീരം പൊതുവെ എങ്ങനെയാണ്? എമർജന്റുമാണ്, സബ്മർജന്റുമാണ്. പശ്ചിമ തീരത്തെ മലബാർ തീരം, നമ്മുടെ തീരപ്രദേശം, പശ്ചിമ തീരത്തെ മലബാർ തീരവും ഇതുപോലെ എന്താണ്? എമർജന്റ് ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ രണ്ട് ഭാഗം ഏതാണ്ട് ഒരുപോലെ ആയിരിക്കുന്നത് അല്ലെ. മലബാർ തീരവും കോറമാൻഡൽ തീരവും എന്താണ്? എമർജന്റ് ആണ്. അതേസമയം നമ്മൾ ഈ പറയുന്ന കൊങ്കൺ തീരം എന്ന് പറയുന്നത് സബ്മർജന്റ് ആണ്. കൊങ്കൺ തീരം സബ്മർജന്റ് ആണ് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരിക്കൽ കൂടി കേൾക്കുക, കേട്ട് നന്നായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ കാര്യങ്ങൾ നോട്ട്സിനകത്ത് കൊടുത്തിരിക്കുക. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കൂടുതൽ ലഗൂണുകൾ കൂടുതൽ കാണപ്പെടുന്നത് ഏത് തീരപ്രദേശത്താണ് എന്ന് ചോദിച്ചാൽ ലഗൂണുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് മലബാർ തീരത്താണ് അല്ലെ. നമുക്കറിയാം ഈ ഭാഗത്ത് ഒരുപാട് കായലുകളുണ്ട്. ലഗൂണുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന തീരപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ പശ്ചിമ തീരത്ത് മലബാർ തീരത്താണ് ഏറ്റവും കൂടുതൽ ലഗൂണുകൾ കാണപ്പെടുന്നത്. ലഗൂണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ ജലസഞ്ചയം അല്ലെ, കടൽ ഒരു വലിയ ജലസഞ്ചയം, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ചെറിയ ജലസഞ്ചയം, അതിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള എന്തോ തടസ്സങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്ന ഒരു ജലസഞ്ചയം, അതിനെയാണ് നമ്മൾ ലഗൂൺ എന്ന് പറയുന്നത്. എളുപ്പത്തിൽ നിങ്ങൾ കായൽ എന്നുള്ള ആ ഒരു സങ്കല്പം എടുത്താൽ മതി. അപ്പോൾ ലഗൂണുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പശ്ചിമ തീരത്ത് മലബാർ തീരത്താണ് എന്നുള്ള കാര്യം കൂടി ആ ഭാഗത്ത് ഓർത്തു വയ്ക്കുക. അതുപോലെ നേരത്തെ പഠിച്ച ചില കാര്യങ്ങളാണ് ഒന്നുകൂടി ഓർമ്മയിൽ കൊണ്ടുവരുന്നു. കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ഇന്ത്യയിൽ സുന്ദർബൻസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ. ഈ കൃഷ്ണ ഗോദാവരി ഡെൽറ്റ എവിടെയാണ്? ശരിക്കും പറഞ്ഞാൽ പൂർവ്വ തീരത്താണ്. അവിടെ നമുക്കറിയാം അല്ലെ. പൂർവ്വ തീരത്ത് എവിടെയാണ്? ആന്ധ്രാ തീരത്താണ്. പൂർവ്വ തീരത്ത് ആന്ധ്രാ തീരത്താണ്. അതായത് പുലിക്കെട്ട് തടാകത്തിനും കൊല്ലേരു തടാകത്തിനും ഇടയ്ക്കായിട്ടാണ് ഏത് ഡെൽറ്റ വരുന്നത്? കൃഷ്ണ ഗോദാവരി ഡെൽറ്റ വരുന്നത്. ഇനി അത് കഴിഞ്ഞ് കാവേരി ഡെൽറ്റ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാവേരി ഡെൽറ്റ, കാവേരി അല്ലെ, ആ നദി രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ട്. ഒന്ന് കർണാടകയിൽ കൂടി, വേറൊന്ന് തമിഴ്നാട്ടിൽ കൂടി. തമിഴ്നാട്ടിൽ വന്നാണ് അത് എവിടെ പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. അപ്പോൾ കാവേരി ഡെൽറ്റ ഉണ്ടാകുന്നത് തമിഴ്നാട്ടിലായിരിക്കും. അപ്പോൾ കാവേരി ഡെൽറ്റ ഉണ്ടാകുന്ന പ്രദേശം ഏത് ഭാഗത്താണ്? കോറമാൻഡൽ തീരത്തായിട്ടാണ് ഏതുണ്ടാവുന്നത്? കാവേരി ഡെൽറ്റ പ്രദേശങ്ങൾ ഉണ്ടാവുന്നത്. ആന്ധ്രാ തീരത്തിനടുത്തായിട്ടായിരിക്കും ഏത് ഡെൽറ്റ പ്രദേശം ഉണ്ടാവുന്നത്? കൃഷ്ണ ഗോദാവരി ഡെൽറ്റ പ്രദേശം ഉണ്ടാവുന്നത്. അതുപോലെ പഠിച്ച ഒരു കാര്യം കൂടി ഓർക്കുക. ഗാർഡൻ ഓഫ് സൗത്ത് ഇന്ത്യ, ഗാർഡൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് ഡെൽറ്റ പ്രദേശമാണ്? ഗാർഡൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് ഡെൽറ്റ പ്രദേശമാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഉത്തരം ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാവേരി ഡെൽറ്റ പ്രദേശമാണ് അല്ലെ. ഗാർഡൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡെൽറ്റ പ്രദേശം കാവേരി ഡെൽറ്റ പ്രദേശമാണ്. അതുപോലെ വേറൊരു കാര്യം കൂടി പഠിച്ചു. ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യം ഇന്ത്യയുടെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ്. ഇത് പഠിച്ചു വെക്കുക. കൂടുതൽ കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.